ഹായ് ഫ്രണ്ട്സ്. ഇന്ന് മെയ് മാസത്തെ ഈ മാസത്തെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മെയ് മാസം എന്തിലാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടതെന്നും പിന്നെ എന്താണ് ഈ മെയ് മാസത്തിൽ എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം എങ്ങനെയാണെന്ന്, പിന്നെ എൻ്റെ ഹെൽത്ത്, പിന്നെ നമ്മുടെ ഫിനാൻസ്, പിന്നെ ഈ മാസത്തെ ഔട്ട്കം, ഇതാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സ്, ഇത് ആരുടെ മുന്നിലേക്കാണോ ഇതെത്തുന്നത് അവർക്ക് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതാണ്, നിങ്ങൾക്കിത് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ മാസത്തെ നിങ്ങൾ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ കാർഡ് പെൻറ്റക്കിൾസ് ആണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇതൊരു മൈനർ ആർക്കാന കാർഡാണ്. നിങ്ങൾ ഈ മാസം പണത്തിനായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നല്ലതാണ്. നിങ്ങൾ പണത്തിന് കൂടുതൽ ഫോക്കസ് ചെയ്യാനാണ് ഈ മാസം പറയുന്നത്. മറ്റൊന്ന് ചോദിച്ചത് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. റിലേഷൻഷിപ്പിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ എന്താണ് കിട്ടി നോക്കാം. സ്റ്റാറാണ്, പ്രതീക്ഷയുടെ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. നിങ്ങൾ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക, വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകുന്നതാണ്. പിന്നെ മൂന്നാമതായിട്ട് ചോദിച്ച കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഫിനാൻസിൻ്റെ കാര്യമാണ് ചോദിച്ചത്. ഫിനാൻസിന് ചോദിച്ചപ്പോൾ കിട്ടിയത് എന്താണെന്ന് നോക്കാം. ഫിനാൻസിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ കിട്ടിയത് ടെമ്പറൻസ് ആണ്. ടെമ്പറൻസ് മിതത്വം പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മാസം നിങ്ങൾ പൈസയുടെ കാര്യത്തിൽ പണത്തിൽ കുറച്ച് മിതത്വം പാലിക്കേണ്ടതുണ്ട്. അനാവശ്യ കാര്യങ്ങൾക്ക് ചിലവഴിക്കാതെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ചിലവഴിച്ച് പണം നിങ്ങൾ കരുതിക്കൂട്ടി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫിനാൻസ് എപ്പോഴും ടെമ്പറൻസാണ് കാണിക്കുന്നത്. അപ്പോൾ മിതത്വം പാലിക്കുക. പിന്നെ ചോദിച്ച കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണ് ഹെൽത്തിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഹെൽത്തിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ കാർഡ് നോക്കാം. ഹെൽത്ത് ഓഫ് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ ലക്കിൻ്റെ കാർഡാണ്, നല്ല കാർഡാണ്. എന്നാൽ നമ്മൾ കുറച്ച് സൂക്ഷിക്കേണ്ടതുമുണ്ട്, ഹെൽത്തിനെ കെയർ ചെയ്യേണ്ടതുണ്ട്. അതാണ് കാണിക്കുന്നത്. ഹെൽത്ത് നല്ല രീതിയിൽ പോകും, പക്ഷെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് കൂടിയുണ്ട്. പിന്നെ ഈ മാസത്തെ ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു. ഔട്ട്കം എന്താണെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയത് ഡെത്ത് കാർഡാണ്. ഡെത്ത് കാർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കഷ്ടപ്പാട്, വേദനകൾക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തികളാണ് എങ്കിൽ അത് അവസാനിക്കുന്നതാണ്, നല്ലൊരു പുതുമയിലേക്ക് പോകുന്നതാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ ആ അവസ്ഥയ്ക്ക് അവസാനം വരികയും അടുത്തൊരു സ്റ്റേജിലേക്ക് പോകുന്ന ഡെത്ത് കാർഡ് എന്ത് തന്നെയാണെങ്കിലും അതാണ് കാണിക്കുന്നത്. നല്ലൊരവസ്ഥയാണെങ്കിൽ അത് അതിൻ്റെ എത്താവുന്നു, അല്ലെങ്കിൽ മോശമായ അവസ്ഥ ആണെങ്കിൽ അത് എത്താവുന്നു, ഇതാണ് പറയുന്നത്. അപ്പോൾ ഈ മാസത്തെ കാര്യം ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മാസം ഫോക്കസ് ചെയ്യേണ്ടത് പണത്തിലാണ്. ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ പൈസ എപ്പോഴും മിതമായി സൂക്ഷിക്കുക, അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് വളരെയധികം നല്ലതാണ്, എന്നാലും ശ്രദ്ധിക്കുക. പിന്നെ ഡെത്താണ് അവസാനം വന്നിരിക്കുന്നത്. എല്ലാം നല്ല